ATS റെസ്യൂമെയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു റെസ്യൂമെ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ സ്കോർ പരിശോധിക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്ത് പല വെബ്സൈറ്റുകൾ കയറിയിട്ട് നിങ്ങളുടെ ATS റെസ്യൂമെ സ്കോർ എന്താണെന്ന് പരിശോധിക്കുന്ന പരിപാടി അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സ്കോർ എന്താണെന്ന് അറിയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കളയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വെബ്സൈറ്റ്സിൽ കിട്ടുന്ന സ്കോറുകളെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്ന് ഒന്ന് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും ആദ്യം ജനറലി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോയിന്റ്സിലേക്ക് കിടക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 വെബ്സൈറ്റുകൾ കയറി നിങ്ങളുടെ സെയിം റെസ്യൂമെ തന്നെ ഒന്ന് സ്കോർ പരിശോധിക്കുക. ഓരോ വെബ്സൈറ്റുകളിലും ഓരോ തരത്തിലായിരിക്കും സ്കോർ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 റെസ്യൂമെ എടുത്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ അതിൻ്റെ സ്കോർസ് ചെക്ക് ചെയ്യുമ്പോൾ 42ഉം 84ഉം കാണിച്ചതുണ്ട്. അത് ഒരേ റെസ്യൂമേക്കാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലുള്ള വലിയ ഡിഫറൻസസ് കാണും. സോ പൊതുവെ ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് എന്തിനാണ് എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം ആലോചിച്ച് നോക്കുക. പല വെബ്സൈറ്റ്സിൽ നിങ്ങൾ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിസൾട്ട് കാണിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് മനസ്സിലാവും മികച്ച റെസ്യൂമെ ഉണ്ടാക്കാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഞങ്ങൾ ഇവോൾവേഴ്സിനെ പോലെ തന്നെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തന്നെയാവും ഈ പറഞ്ഞ വെബ്സൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ അതിനകത്ത് കൂടുതൽ മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങളെ ഒരു കസ്റ്റമറാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ എറേഴ്സ് കാണിച്ച് നിങ്ങളുടെ മാർക്സ് കുറച്ചുകൊണ്ട് നിങ്ങളൊരു കസ്റ്റമറാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് നിസ്സാരമായിട്ട് പറഞ്ഞ സംഭവം. ഇനി അതിൽ തന്നെ പല തരത്തിലായിരിക്കാം ഇവരുടെ എറേഴ്സ് കാണിക്കൽ. ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സിൽ മജോറിറ്റിയും അമേരിക്കൻ ബേസ്ഡ് ആണ്. അതായത് US ഇംഗ്ലീഷ്. നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ഫോളോ ചെയ്യുന്നത് UK ഇംഗ്ലീഷാണ്. ഇപ്പോൾ പല പ്ലാറ്റ്ഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പോലും പലരും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുമുണ്ട്. US ഇംഗ്ലീഷും UK അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് സ്പെല്ലിങ്ങിലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ എന്നൊരു വാക്ക്, സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് അതിൻ്റെ അവസാന ഭാഗത്ത് ZATAO എന്നും യൂസ് ചെയ്യുന്നുണ്ട്, SATAO എന്നും യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ഒന്ന് UK ഇംഗ്ലീഷുമാണ്. അതിലൊരെണ്ണം തെറ്റെന്നോ മറ്റേത് ശരിയെന്നോ ഒന്നുമില്ല. റിയലൈസേഷൻ എന്നുള്ള വാക്കാവാം. അങ്ങനെയുള്ള പല പല വാക്കുകൾ നമ്മൾ റെസ്യൂമെയിൽ എഴുതുന്ന വാക്കുകളിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ UK ഇംഗ്ലീഷും US ഇംഗ്ലീഷും ഡിഫറൻസസ് ഉള്ള വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ഓർ UK ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് US ഇംഗ്ലീഷിലാണെങ്കിൽ ഇതെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണെന്ന് പറഞ്ഞ് നമ്മളുടെ സ്കോർ കുറയ്ക്കും. പലപ്പോഴും വരുന്ന മറ്റൊരു സംഗതി, നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡർ കറക്റ്റ് അല്ല, ഇങ്ങനെ തിരിച്ചെഴുതണം, തിരിച്ചവിടെ അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയും. സോ ഇതിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ റെസ്യൂമയുടെ കാര്യത്തിലോ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു റിട്ടേൺ റൂളോ പോളിസി ഒന്നുമില്ല. സെൻസിബിൾ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ജനറലായിട്ടുള്ളൊരു പ്രൊഫൈൽ സമ്മറി നമ്മൾ ഏറ്റവും മുകളിൽ കൊടുക്കുക. അതിൽ തന്നെ ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ട ഒരു എറർ, പ്രൊഫൈൽ സമ്മറി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവർ ഇതിനകത്ത് എറർ കാണിച്ചിട്ട് പറയുന്നു ഒരു സമ്മറി സെക്ഷൻ മിസ്സിംഗ് ആണ് എന്നുള്ളത്. ഒരു പ്രൊഫൈൽ സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഗെയിൻ വീണ്ടും നമ്മളൊരു സമ്മറിയോ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി രണ്ടിൻ്റെയും കണ്ടൻറ് എന്താണ്. അതേസമയം ഈ വെബ്സൈറ്റ് ചെയ്തെന്താണ് അതിൻ്റെ പേർക്കൊരു 5 മാർക്സ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രൊഫൈൽ സമ്മറി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ആവട്ടെ ആ ഒരു ഓർഡറിൽ പോവാം. ചിലർ പറയും കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ ഒപ്പം പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം വേണം എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പേരിൽ പക്ഷേ നിങ്ങളുടെ റെസ്യൂമയുടെ മാർക്ക് അവർ കുറയ്ക്കും. പിന്നെ ചില യൂസേജുകളുടെ ഡിഫറൻസസ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നാണ്. ഈ ഒരു വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അവർ പറയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എന്നുള്ളൊരു സംഗതി കാണുന്നില്ലല്ലോ എന്നവർ പറയും. അതിൻ്റെ കാരണം അവരുടെ സിസ്റ്റത്തിൽ അവർ കൊടുത്തത് അക്കാഡമിക് എന്നുള്ള വേർഡും നമ്മൾ യൂസ് ചെയ്തത് എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡുമാണ്. സോ അതിൻ്റെ പേരിലും അവർ മാർക്ക് കുറയ്ക്കുന്നു. പിന്നെ ഈ വെബ്സൈറ്റ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഗൂഗിളിലൊക്കെ കാണുന്നത് പോലെ ഏരിയൽ ഫോണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ടൈംസ് ന്യൂ റോമൻ ഉപയോഗിക്കാൻ പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ രീതിയിലൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കറക്റ്റ് ഫോണ്ട് അല്ല എന്ന രീതിയിലൊക്കെ അവർ ചിലപ്പം റെസ്പോണ്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ മാർക്കുകൾ കുറയ്ക്കും. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു റെസ്യൂമെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലിട്ട് സ്കോർ പരിശോധിക്കുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പണി മാർക്ക് കുറച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളെ അവരുടെ ഒരു കസ്റ്റമറാക്കി മാറ്റുക. അവരുടെ വെബ്സൈറ്റിൽ നിന്നോ അവരുടെ ടീമിനെ കൊണ്ടോ നിങ്ങളൊരു റെസ്യൂമെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതേ വെബ്സൈറ്റിലിട്ട് പരിശോധിക്കുമ്പോൾ മാർക്ക് കൂടുതൽ കാണിക്കും, നിങ്ങൾ സക്സസ്ഫുൾ ആവുമെന്ന് അവർ പറയുന്നു എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഒരു ATS റെസ്യൂമെയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാണ്ട് ഗൂഗിളിലൊക്കെയുള്ള ആർട്ടിക്കിൾസ് വായിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ തരത്തിലൊരു റെസ്യൂമെ ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്കോറിനെ പറ്റി കൺസേൺഡ് ആവാതിരിക്കുക. ആൻഡ് ഒരു മേജർ പോയിന്റ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയുന്നത് ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് വായിക്കാൻ പറ്റുന്ന ഫോർമാറ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ റെസ്യൂമേക്ക് സ്കോർ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല ഒരു റിക്രൂട്ട്മെൻറ്റിൽ ബാധകമാവുക. സ്കോർ ബാധകമാവുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ വേക്കൻസിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി കീവേഡ്സ്, അത് എത്രത്തോളം നമ്മുടെ റെസ്യൂമയിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മളുടെ റെസ്യൂമയുടെ ATS സ്കോർ നിശ്ചയിക്കപ്പെടുക. അതായത് നമ്മുടെ പ്രൊഫൈൽ അവരുടെ റിക്വയർമെൻറ്റുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ളത്. അത് നമ്മൾ ആ ആപ്ലിക്കേഷൻ അനുസരിച്ച് ടൈലർ ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനറലി ഒരു വെബ്സൈറ്റിൽ കയറി ചുമ്മാ നമ്മുടെ റെസ്യൂമെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്കോറിന് ആബ്സല്യൂട്ട്ലി ഒരു സ്റ്റുപ്പിഡ് വാല്യൂ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ അവസാനമായിട്ട് പറയാനുള്ളത്, ഒരു ബേസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമായിട്ട് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മളുടെ കണ്ടൻറ്റ് ടൈലർ ചെയ്യുക. അത്രമാത്രം മതി. യു ആർ സേഫ് ടു ഗോ. ഓക്കെ. സോ റെസ്യൂമെ അഡ്വൈസിനോ റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസസിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.